മോദിയെ ദൈവം അയച്ചതാണോ? ദൈവം അയച്ചതാണെങ്കിൽ അദ്ദേഹത്തിൽ ദൈവികത ഉണ്ടാവില്ലേ? അപ്പോൾ അദ്ദേഹവും ദൈവം തന്നെയല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പലരും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കൾ പരിഹസിക്കുകയാണ് മോദിയെ. ഏറ്റവും ഒടുവിലായി മോദിക്ക് ക്ഷേത്രം പണിഞ്ഞു തരാം എന്നായി. അത് പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജിയാണ്. തന്നെ ദൈവം അയച്ചതാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ പരിഹാസവുമായിട്ടാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത്. മോദി സ്വയം ദൈവമായി കരുതുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം പണിയണമെന്നും രാജ്യത്തെ കുഴപ്പത്തിലാക്കാതെ തുടർന്നുള്ള കാലം അതിനുള്ളിൽ കയറി ഇരിക്കണമെന്നതാണ് മമത പരിഹസിക്കുന്നത്. ദൈവങ്ങൾക്ക് രാഷ്ട്രീയം പാടില്ലെന്നും അവർ കലാപം ഉണ്ടാക്കരുതെന്നും മമത വ്യക്തമാക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മമതാ ബാനർജി. ഒരാൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവങ്ങളുടെ ദൈവമാണ്. മറ്റൊരാൾ പറയുന്നു ജഗന്നാഥ ഭഗവാൻ മോദിയുടെ ഭക്തനാണ്. അദ്ദേഹം ദൈവമാണെങ്കിൽ ദൈവങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ല, കലാപമുണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ മോദിക്കായൊരു ക്ഷേത്രം പണിയാം, അവിടെ പ്രതിഷ്ഠയായി ഇരുത്താം, പ്രസാദ വിതരണം നടത്താം. അദ്ദേഹം ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഒരു പലഹാരം കാണിക്കയായി നൽകാം എന്നതായിരുന്നു മമതാ ബാനർജിയുടെ പരിഹാസം. അടൽ ബിഹാരി വാജ്പേയിയെ പോലെ ഒരുപാട് പ്രധാനമന്ത്രിമാരോടൊപ്പം താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗ്, രാജീവ് ഗാന്ധി, നരസിംഹറാവു, ദേവഗൌഡ എന്നിവർക്കൊപ്പവും താൻ പ്രവർത്തിച്ചു. എന്നാൽ മോദിയെ പോലൊരാളെ താൻ കണ്ടിട്ടില്ല. ഇത്തരമൊരു പ്രധാനമന്ത്രിയെ രാജ്യത്തിന് ആവശ്യമില്ല എന്നതും മമത പറയുന്നുണ്ട്. അടുത്തിടെ ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ജനനം ജൈവികമല്ലെന്നും ദൈവം അയച്ചവനാണെന്നും അവകാശപ്പെട്ടത്. ഇതിനു പിന്നാലെയായിരുന്നു മമതയുടെ പ്രതികരണമുണ്ടായത്. പുരിയിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥി സംബിത് പത്രയാണ് ജഗന്നാഥ് ഭഗവാൻ മോദിയുടെ ഭക്തനാണെന്ന് പറഞ്ഞത്. ഇത് വിവാദമായതോടെ നാക്കുപിഴയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും മോദിയുടെ ആ വാക്കുകൾ പ്രതിപക്ഷത്തിനുള്ള ഒരു പിടിവള്ളിയായിട്ടാണ് പ്രതിപക്ഷം കരുതുന്നത്.